മുസഫ, ഈ പാലം അറിയോ? ഇതേത് പാലം? ഇതാണ് പ്രേമപാലം. പ്രേമപാലം? അതെന്ത് പാലം? പ്രേമ സിനിമയില് ജോർജ് നീൽപോളി. നീൽപോളി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മേരിയുടെ പുറകെ പോകുന്നൊരു സീനുണ്ടല്ലോ, ഒരു പാലത്തേക്കടെ കയറി. അതെ അതെ, ആ പാലമാണ് ഈ പാലം. നേരത്തെ ഇത് നീർപ്പാലം എന്ന് അറിയപ്പെടുന്നത്. പിന്നെ സിനിമ വന്നതിന് ശേഷം അത് പ്രേമപാലമായി. എങ്കിൽ ഒന്ന് കയറി വെക്കാലോ. അപ്പം കയറാൻ പറ്റുമെന്ന് അറിയില്ല. അത് പറ്റില്ലേ? അത് ചെറിയ പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഇത് നേരത്തെ പ്രവേശനം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമൊക്കെ കാരണം ഇപ്പം അടച്ചു എന്നാണ് അറിയുന്നത്. എന്നാലും കയറാൻ പറ്റുമോ? പോയി നോക്കാം. സിജോ, ഞാൻ ഈ പാലത്തെ പറ്റി നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ പൂതത്താൻ കെട്ടിൽ നിന്ന് കനാല് വഴി വരുന്ന വെള്ളം അത് ആലുവയിൽ നിന്ന് പറവൂർ ഭാഗത്തേക്ക് ജലസേചനത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു പാലമാണ്. 4 കിലോമീറ്റർ ദൂരമുണ്ട്. 40-45 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. പ്രസിദ്ധമായ പാലം, ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പ്. ഇതിലൂടെയാണ് വെള്ളം പോകുന്നത് അല്ലേ? അടിയിലൂടെ വെള്ളം പോകും, മുകളിൽ നടപ്പാത. പക്ഷെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അതെ. ഈ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ഉണ്ട്. ഇവിടുത്തെ കൗൺസിലറാണ് ആ പരാതി നൽകുന്നത്. കാരണം ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് അത്തരത്തിൽ പരാതി നൽകുന്നത്. അതിനുശേഷമാണ് ഇറിഗേഷൻ വകുപ്പ് ഇത് അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചത്. അടച്ചുപൂട്ടി എന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ വളരെ ഉപദ്രവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ ഈ അക്യുറേറ്റ് പാലം. നമ്മുടെ സമീപവാസികളും കാര്യങ്ങളൊക്കെ രാവിലെ നടക്കാൻ പോകുന്ന ഒരു പാലമാണ്. അപ്പം ഒന്നും പ്രശ്നമൊന്നുമില്ല. ഈ കോളേജും സ്കൂളും വിട്ട് കഴിയുമ്പോഴാണ് എന്താ പറഞ്ഞു വെച്ചാൽ വീടുകളിൽ കുട്ടികൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം അത്രയും മോശം അവസ്ഥയിലാണ് ഇവിടെ ഓരോ കാഴ്ചകൾ അവർ കാണുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് അടച്ചുപൂട്ടാമെന്നല്ല, ഇപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ മാസം എനിക്ക് അടി കിട്ടി, തല പൊട്ടി, താക്കോലുണ്ടായിരുന്നു. എൻ്റെ കൊച്ചു അടിച്ച് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു. അപ്പം മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് മാറി നിന്നില്ല എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. ഭാര്യനെ അനാവശ്യങ്ങൾ പറഞ്ഞ് ചീത്തയൊക്കെ പറഞ്ഞ് വീട്ടിലൊന്ന് മോന്തടിച്ച് പൊളിക്കും എന്നൊക്കെ ഭാര്യനോട് പറഞ്ഞു. അതിനുശേഷം ഭാര്യ കൊച്ചിനെ വിളിക്കാൻ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ ഭാര്യയുടെ കൈ കയറി പിടിച്ച് തിരിക്കുകയും ചെയ്തു. അത് കണ്ട് ഞാൻ വന്ന എന്നെയാണ് ആക്രമിച്ചത്. എത്ര നല്ല സ്ഥലമാണ് അല്ലേ? എന്ത് മനോഹര കാഴ്ചകളാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെരിയാറിന്റെ ഒരു തീരം. അതെ, ശരിക്കും ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ്. തീർച്ചയായും. ഈ തിരുവനന്തപുരത്തെ കിരീടം പാലം ഉൾപ്പെടെ അത് സിനിമകളിൽ ലൊക്കേഷൻ ആയതിനു ശേഷമാണ് ഒരു പക്ഷേ കൂടുതൽ പോപ്പുലർ ആയ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിയിട്ടുള്ളത്. കൂടുതൽ ആളുകൾ അങ്ങോട്ട് എത്തുന്നു. അവിടെ കുറേ അധികം ആളുകൾ വന്ന് ഒരു വലിയ ടൂറിസം കേന്ദ്രമായിട്ട് തന്നെ മാറുകയാണ്. ശരിക്കും അങ്ങനെ മാറ്റപ്പെടേണ്ട ഒരു സ്ഥലമാണ് ഇത് അല്ലേ? തീർച്ചയായും. സിജോ വി ജോണിനും സച്ചിൻ സജിക്കുമൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ 1, കൊച്ചി.